നല്ലൊരു ചിക്കൻ കുറുമയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് മല്ലിയില കയ്യിലുള്ളവർക്ക് മല്ലിയില ഇട്ട് ദാനിക്കാം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം. ഞാൻ ഇവിടെ 3 സവാള, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി കുളന്ന് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് കുളന്ന് വെച്ചിട്ടുണ്ട്. 3 അണ്ടിപ്പരിപ്പ്, 2 ഏലക്ക, പിന്നെ ഒരു 3/4 കപ്പ് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിൽ വറുത്ത് അരച്ചെടുക്കാനുള്ള സാധനമാണ്. പിന്നെ 1-ാം പാൽ 1 കപ്പ്, 2-ാം പാൽ 1 കപ്പ്, 3-ാം പാൽ 1 കപ്പ്, 2 ടീസ്പൂൺ ഗരം മസാല, 1 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ എടുത്തിരിക്കുന്ന 3/4 കിലോ ചിക്കനാണ്, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ വഴറ്റിയ സവാള നമുക്കിനി കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ സവാള നമ്മൾ 3 എടുത്ത് വെച്ചിരുന്നു, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് വഴറ്റിയെടുക്കാം. മറ്റേ സവാള അവിടെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് അതുപോലെ അല്ല, ഇത് എടുക്കാം. ഇപ്പോൾ നമ്മളെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. അതിൻ്റെ കൂടെ ഏലക്കയും കൂടെ ചേർത്ത് വഴറ്റാം. കറുവാപ്പട്ട കയ്യിലുള്ളവർക്ക് ഒരു വലിയ നീളത്തിലൊരു കഷ്ണം കറിവേപ്പട്ട കൂടി ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, കുരുമുളക് പൊടി ചേർക്കണ്ട, അത് അവസാനം ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് വഴറ്റാം. ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് സവാളയുടെ കൂടെ വഴറ്റിയെടുക്കാനുള്ളതായിരുന്നു. വഴറ്റിയെടുക്കാം. ഇത് ഇവിടെ മറന്നിരുന്നു. അപ്പോഴെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് സവാള വഴറ്റി വെച്ചിരുന്നില്ലേ, അത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് ഇളക്കണം. നമ്മൾ ആ സവാളയുടെ കൂടെ തന്നെ കൊച്ചുള്ളി ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ കൊച്ചുള്ളി സവാളയുടെ കൂടെ ചേർത്ത് വഴറ്റണം. അല്ലെങ്കിൽ ചിക്കൻ ഇതുപോലെ ഇടുമ്പോൾ ചിക്കൻ്റെ കൂടെ ചേർത്ത് അതിലും മതി. തീ കൂട്ടി വെച്ച് എല്ലാം ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിനെ തട്ടിപ്പൊത്തി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. എല്ലാം ഒന്നുപോലെ അരപ്പ് എല്ലായിടവും പിടിച്ചെന്ന് ഉറപ്പ് വരണം. അങ്ങനെ 5 മിനിറ്റ് ഇളക്കുന്നത്. ഇനി തീ ഓഫാക്കി 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി
ഉപ്പ് എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3-ാം പാൽ ഒഴിച്ച് വേവിക്കാം. 3-ാം പാലാണ് ഒഴിക്കുന്നത്. തീ കൂട്ടി വെച്ച് ചിക്കൻ നല്ലതുപോലെ വേവിക്കണം. ഒരു ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇനി അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടയ്ക്കണ്ട. ഇവിടെ കിടന്ന് വെന്ത് ഒന്നുകൂടെ ഒന്ന് വറ്റി കുറുവണം. അപ്പോഴും ചേർക്കാൻ നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്, വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങ അരക്കപ്പ് തേങ്ങ അരച്ച് അരമുറി എല്ലാം അരക്കപ്പ് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും അരക്കപ്പ് തേങ്ങയും ചേർത്ത് ഇതിനകത്ത് ചേർത്ത് ഇളക്കണം. ഇളക്കുന്ന കൂട്ടത്തിൽ 2-ാം പാലും ചേർത്ത് ഇളക്കണം. 2-ാം പാൽ ഒഴിച്ച് ഇളക്കണം. 3-ാം പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ചിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടില്ല, ഇപ്പോഴല്ല ഓഫാക്കുന്നത്. ഇനി ഇത് 2-ാം പാലിൽ കിടന്ന് ഒന്നുകൂടെ വേവണം. തേങ്ങ അരച്ചതും തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചതും 2-ാം പാലും ചേർത്താണ് ഇപ്പോൾ ഇളക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ കിടന്ന് വേവണം. 2-ാം പാൽ ചേർത്ത് ഇളക്കിയത് അത് കുറുകി വരുമ്പോഴത്തേക്ക് 1-ാം പാലും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കണം. കുരുമുളക് പൊടി തട്ടിപ്പോയി, ഇച്ചിരിയേ കിട്ടിയുള്ളൂ. ഒന്നാം പാലും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി ഇനി തീ ഓഫാക്കി അടച്ചിടാം. തീ ഓഫാക്കിയിട്ടുണ്ട്, അടച്ചിടാം.